കേരള കോൺഗ്രസ് ജോസഫ് സ്പെഷ്യൽ സമ്മേളനം ഇന്ന് കോട്ടയത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്ന നടപടികൾ ചർച്ച ചെയ്യും. UDF വിജയമുറപ്പിക്കുന്നതിന് ആവശ്യമായ കർമ്മ പരിപാടികളും ആലോചിക്കും. കേരള കോൺഗ്രസ് എമ്മിനെ UDF നേതാക്കൾ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതിൽ ജോസഫ് വിഭാഗം അതൃപ്തി അറിയിച്ചിരുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ഒരു വശത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കുമ്പോൾ ഇതാ ജോസഫ് വിഭാഗത്തിന്റെയും സമ്മേളനം ഇന്ന് നടക്കാനിരിക്കുകയാണ്. നമുക്കറിയാം ജോസ് വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനം അത് നേരത്തെ തന്നെ വിഷയത്തിൽ അതൃപ്തി അറിയിച്ചതാണ് ജോസഫ് വിഭാഗം. ഇന്നത്തെ യോഗത്തിലും അതുതന്നെയായിരിക്കും പ്രധാന അജണ്ട, അല്ലേ? അമൃത, തീർച്ചയായും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ യോഗം ചേരുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമാണ് പ്രധാന അജണ്ട എങ്കിലും ഇപ്പോഴുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ചർച്ചയാകും. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ചില അഭ്യൂഹങ്ങൾ UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളടക്കം ഈ നിരന്തരമായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFിലേക്ക് ക്ഷണിക്കുന്നതിൽ ജോസഫ് ഗ്രൂപ്പിന് അതൃപ്തിയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ പ്രത്യേക കൺവെൻഷനിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രധാനമായും ചെയ്യേണ്ട കർമ്മ പദ്ധതികൾ രൂപം നൽകുക, അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുക എന്നതാണ് ഇന്നത്തെ മറ്റ് അജണ്ടകൾ. അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ഒരുക്കുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുന്ന അന്ന് തന്നെയാണ് ജോസഫ് വിഭാഗത്തിന്റെ പ്രത്യേക കൺവെൻഷൻ എന്നതും ശ്രദ്ധേയമാണ്. മാമൻ മാപ്പിള ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ആണ് ആരംഭിക്കുന്ന യോഗം. വൈസ് ചാൻസലർ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സിറിയക് തോമസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ചെയർമാൻ PJ ജോസഫ്, ഡെപ്യൂട്ടി ചെയർമാൻ മോൻസ് ജോസഫ്, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കളൊക്കെയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത് മാണി വിഭാഗത്തിന്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസഫ് വിഭാഗം ഇന്നത്തെ യോഗത്തിൽ പ്രത്യേക എന്തെങ്കിലും തീരുമാനങ്ങളോ പ്രതികരണങ്ങളോ ഉണ്ടാകുമോ എന്നതാണ്. അമൃത. ജോസി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നാളെ മാണി വിഭാഗം UDFിനൊപ്പം ചേരുകയാണെങ്കിൽ, ഒപ്പം ചേർക്കാൻ UDF തയ്യാറാവുകയാണെങ്കിൽ എന്തെങ്കിലും കടുത്ത ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കടുത്ത പ്രതികരണത്തിലേക്ക്, കടുത്ത നീക്കത്തിലേക്കൊക്കെ ജോസഫ് വിഭാഗം കടക്കാനുള്ള സാധ്യതകൾ അത് എത്രത്തോളമാണ്? അമൃത, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു പൊതുനിലപാട് ഇപ്പോൾ ഒരു മുന്നണി മാറ്റം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFിൽ എടുക്കേണ്ട സാഹചര്യമില്ല. നേരെ മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം മിന്നുന്ന വിജയം നേടി വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. ഇപ്പോൾ അവരെ കൂടി ക്ഷണിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് പുറത്ത് പ്രതിഫലിക്കുമെന്നതാണ് ജോസഫ് വിഭാഗം പറയുന്നത്. കൂടാതെ അത്തരമൊരു പ്രതിസന്ധി പ്രശ്നങ്ങളോ LDFിൽ ഇല്ല. അങ്ങനെ അവരെ അങ്ങോട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിക്കുമ്പോൾ അത് അവരുടെ വിലപേശൽ ശക്തി കൂട്ടുമെന്നതാണ് ജോസഫ് വിഭാഗം പറയുന്നത്. കൂടാതെ ഈ സീറ്റുകളുടെ വീതം വെപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ അതൊരു പ്രതിസന്ധിയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. അതിലേക്ക് ഉന്നം വെച്ച് പല സീറ്റുകളിലും സ്ഥാനാർത്ഥികളുമൊക്കെയും ഇപ്പോൾ തന്നെ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പല സീറ്റുകളിലും കരുനീക്കങ്ങളും ചർച്ചകളും ഇടപെടലുകളും പ്രവർത്തനങ്ങളുമൊക്കെയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാണി ഗ്രൂപ്പ് കൂടി വരുമ്പോൾ ഈ UDFിന്റെ സീറ്റ് സന്തുലനാവസ്ഥയെ മുഴുവൻ ബാധിക്കും. ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെയും സീറ്റുകൾ നഷ്ടമാകും. അതുകൊണ്ട് അവരെ ഇപ്പോൾ ഉടൻ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടാണ് അവർക്കുള്ളത്. ജോസഫ് വിഭാഗം ഈ വിഷയം പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ ബലം പിടിച്ച് അവരെ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം നിരന്തരമായി UDFും കോൺഗ്രസ് നേതാക്കളും മാണി വിഭാഗത്തെ ക്ഷണിക്കുന്നതിലും ജോസഫ് വിഭാഗത്തിന് കടുത്ത അതിർത്തിയുണ്ട്. അത് അവർ പലകുറി ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അമൃത.